ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈസെൽഫ് അനൗഷ്ക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നല്ല രീതിക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരു ഗെറ്റ് റെഡി വിത്ത് വീഡിയോ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് എനിക്ക് എന്തോ ഇഷ്ടമില്ലാത്ത ഫുഡായതുകൊണ്ട് ഞാൻ ഒരു ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനൊരു ഓറഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ക്യാബിന് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ക്യാബ് മിസ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മെട്രോയ്ക്ക് പോവാം. അങ്ങനെ ഞാൻ PGയിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എൻ്റെ റൂം 5th ഫ്ലോറിലാണ്. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവാണ്. എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് നല്ല ക്ഷീണത്തിലിരിക്കാനുണ്ടായിരുന്നു. അവിടെ അവർ കോലം ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എങ്ങനെ നടക്കണം. കുറച്ച് ദൂരം നടക്കാനുണ്ട് മെട്രോയിലേക്ക് പറഞ്ഞിട്ടൊരു 5 മിനിറ്റൊക്കെ നമ്മൾ കുറച്ചൊന്ന് നടക്കാനുണ്ട്. ഞാൻ ഇറങ്ങുന്നത് ഒരു 11 മണി 12 ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെയിലൊക്കെ ഉണ്ട്. വെയിലൊക്കെ കൊണ്ട് അവിടെ എത്തുമ്പോഴേക്ക് ക്ഷീണിക്കുന്നത് അങ്ങനെ ആവട്ടെ. നമ്മളങ്ങനെ നടന്നു. മെട്രോ സ്റ്റേഷനിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ കടുകുടി ട്രീ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വില്ല പോലുള്ള എന്തൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അത് ഫ്ലാറ്റല്ല, ഏതോ വില്ലയാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല രസമൊക്കെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. സൈഡിൽ പുതിയ എന്തോ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന പുതിയ PGs ഒക്കെയാണ്. അപ്പോൾ നമ്മൾ മെട്രോയുടെ അകത്തേക്ക് കയറി. ഇവിടെ എസ്കലേറ്ററും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. ഞാൻ സാധാരണ ലിഫ്റ്റിലാണ് പോവാറ്. ഇന്ന് എനിക്ക് തോന്നി എസ്കലേറ്റർ കയറാറ്. അങ്ങനെ ഇതിൽ കയറിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറിയത് ഓർമ്മ വന്നത്. ഞാൻ തൃശ്ശൂർ സിറ്റി സെൻറ്ററിലാണ് ആദ്യമായിട്ട് അങ്ങനെ കയറണത്. ഇത് ഏതിൽ വെക്കണം, മഞ്ഞവരയിൽ വെക്കണോ കറുപ്പിൽ വെക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് നല്ല പേടിയായിരുന്നു. ഇപ്പം പക്ഷെ നമുക്ക് അത്യാവശ്യം അറിയാം എപ്പോഴും പോയി ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു, ഇപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മളിവിടെ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഒരു മെഷീൻ്റെ അകത്തേക്ക് കയറ്റി വിട്ട് അതിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്ത് നമ്മൾ വരണം. അത് കഴിഞ്ഞ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി ഇനി വീണ്ടും ലിഫ്റ്റിൽ കയറാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ എസ്കലേറ്ററിൽ കയറാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ വീണ്ടും എസ്കലേറ്ററിൽ കയറി മുകളിലേക്ക് പോകണം. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴാണ് അവിടെ ലേഡീസ് സെക്ഷൻ ഉണ്ട്, എല്ലാവർക്കും ഇരിക്കാവുന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ അകത്തും നല്ല രീതിക്ക് വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നല്ലൂർഹല്ലി എന്നുള്ള മെട്രോ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ വന്നപ്പോഴേക്കും ഒരു ട്രെയിൻ പോയിട്ടാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ വെയിറ്റ് ചെയ്ത് എനിക്ക് തന്നെ മതിയായി. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് നല്ലൂർഹല്ലി സൈഡിൽ നിന്ന് കടുകുടി വൈറ്റ് ഫീൽഡ് സൈഡിലേക്ക് ട്രെയിനൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സൈഡിലേക്ക് തിരിച്ച് എനിക്ക് പോകേണ്ട റൂട്ടിലേക്കുള്ള ട്രെയിൻ വരാൻ ഇത്തിരി ലേറ്റായിരുന്നു. 15 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉള്ളതാണെങ്കിലും അന്ന് കുറച്ച് ലേറ്റായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ വെറുതെ പുറത്തേക്കൊക്കെ നോക്കി നിന്നു. മെട്രോ സ്റ്റേഷന് താഴെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കുറേ നേരം നിന്നപ്പോൾ ശരിക്കും ബോറടിച്ചു കേട്ടോ. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ബോറാണ്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മെട്രോ വന്നു. ഇന്നാണെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഉച്ചയ്ക്കല്ലേ പോണത്. സാധാരണ ഒരു 8 മണി തൊട്ട് 8 മണിയല്ല, ഒരു 7 മണി തൊട്ട് 9:30 വരെയുള്ള സമയത്താണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലെത്താൻ സ്ഥലം ഉണ്ടാവില്ല. അത്ര തിരക്കായിരിക്കും. ഇന്ന് പക്ഷെ തിരക്ക് നല്ല കുറവാണ്. എനിക്ക് തോന്നുന്ന ഉച്ചയായതിൻ്റെ ആയിരിക്കാം. എല്ലാവരും ഓഫീസിലൊക്കെ പോകുന്ന സമയം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ മെട്രോയിൽ കയറി സീറ്റ് പിടിച്ചു. നമുക്കിവിടെ ലേഡീസ് കോച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ലേഡീസ് കോച്ചിലിരുന്ന് സീറ്റ് പിടിച്ചു. മെട്രോ ഇറങ്ങി ഞാൻ ഓഫീസിലേക്ക് നടക്കുകയാണ്. എനിക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ചൊരു 20 മിനിറ്റൊക്കെ ഒന്ന് നടന്നിട്ട് വേണം ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലെത്താൻ. എന്നിട്ട് ക്യാമ്പസിൻ്റെ അകത്ത് ഓഫീസിൽ പോകാൻ നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും വന്നു.
ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ 12 ദിവസം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയി വരാം, എന്തായാലും വന്നല്ലേ പോയി വരാം അങ്ങനെ വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞാൻ വന്നപ്പോഴാണെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായി. ഞാൻ വിചാരിച്ചു അതിനെ തലയിൽ വീഴുന്നു. അപ്പോൾ ഞാൻ നീങ്ങിയൊക്കെ നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരെ നോക്കുമ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പസിൻ്റെ അകത്തെത്തി. ഇത് നമ്മുടെ ദിവ്യശ്രീ ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ക്യാമ്പസാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടൊരു ബഗ്ഗി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബഗ്ഗി. നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കിത്തരും, ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ബഗ്ഗിയിൽ കയറി. ഞാൻ ഇറങ്ങിയപ്പോൾ റെഡി ആയപ്പോൾ ഞാൻ മുടി കഴിച്ചിട്ട് ഇറങ്ങിയെങ്കിലും ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിന് നമ്മുടെ മുടി മര്യാദക്ക് നല്ല രീതിക്ക് ഇരിക്കുകയൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു. കാരണം ഇവിടെ വന്നതിന് ശേഷം മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്, അതുപോലെ ഫ്രിസ്സാവുന്നുണ്ട്, പൊട്ടി പോകുന്നുണ്ട്, മുടി ശരിക്കും നാശമാവുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ബൺ ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് പൊതുവെ വരാറ് സാധാരണ. അങ്ങനെ ഞാൻ ഓഫീസിൽ കയറി, വീണ്ടും ലിഫ്റ്റിൽ കയറി. എൻ്റെ ഫ്ലോർ വന്നിട്ട് 5th ഫ്ലോറാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.